ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ടോപ്പ് 10 ബാഡ് ഫ്രൂട്ട്സ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാം. ബാഡെന്ന് ഉദ്ദേശിക്കുന്നത് ബാഡൊന്നും അല്ല, പക്ഷെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ. ഓക്കെ, ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ടോപ്പ് 10 ബാഡ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് ചെയ്യാനുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഫുള്ള് പറയാൻ പോകുന്നത്. ബാഡ് ഫ്രൂട്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ലിമിറ്റ് ചെയ്തും കൺട്രോൾ ചെയ്തും കഴിക്കേണ്ട ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്. എല്ലാ ഫ്രൂട്ട്സും നല്ലത് തന്നെയാണ്, പക്ഷേ അത് ലിമിറ്റിംഗ് കൂടെ വേണം. അതുകൊണ്ട് ഞാൻ ഏതാണ് അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അത് നിങ്ങളൊന്ന് വെച്ചോളൂ. അപ്പം ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെയാണ് നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടത്. ഇതൊക്കെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പകുതി രോഗങ്ങളിൽ നിന്നും നല്ല ഫ്രൂട്ട്സുകൾ ഞാൻ ചെയ്യുന്നുണ്ട് ഒരു വീഡിയോ വേറെ തന്നെ, അത് ചാനലിൽ കാണും, നിങ്ങൾക്ക് കാണാം. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഒരു വീഡിയോ ആയിരിക്കും. കാരണം പലരും ഇത് ചിന്തിക്കാതെയാണ് കഴിക്കുന്നത്. അതൊന്ന് ക്വാണ്ടിറ്റി ഒന്ന് ശ്രദ്ധിക്കുക, പോർഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് എല്ലാം ബെസ്റ്റായിട്ട് ഇതാക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് ഫ്രൂട്ട് എന്ന് പറയാം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, പ്രത്യേകം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുള്ളൂ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത് ഡ്രൈഡ് ഫ്രൂട്ട്സ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസിൻസ്, ഡേറ്റ്സ്, ഡ്രൈഡ് മാംഗോ, ഡ്രൈഡ് ക്രാൻബെറീസ്, ഇതൊക്കെ. ഇത് ഫ്രഷ് ഫ്രൂട്ടിലെ വെള്ളം നീക്കം ചെയ്യുമ്പോൾ സ്മോൾ പോർഷനിൽ കൂടുതൽ കലോറീസും ഷുഗർ ലഭിക്കാം. ഹെൽത്തി ഫുഡ് ആണെങ്കിലും നല്ല പോർഷൻ ശ്രദ്ധിക്കുക, നിങ്ങൾ കുറച്ചെടുക്കാൻ നോക്കുക. ഓക്കെ, അതാണ് ഒന്നാമത്. ഇത് ഞാൻ 10 മുതൽ പറയുന്നില്ല, ഒന്നാമത് തന്നെ നമുക്ക് പോവാം. ഫസ്റ്റ് നിൽക്കുന്നതിൽ ഇതിൽ ബാഡ് ഇതാണ്. അപ്പം രണ്ടാമത് ഫ്രൂട്ട് ജ്യൂസാണ്. ഇത് ടെക്നിക്കലി ഫ്രൂട്ട് അല്ലെങ്കിലും വീഡിയോയിൽ നമുക്ക് പറയേണ്ട ഒരു കാര്യം തന്നെയാണിത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഫ്രൂട്ട് കഴിക്കാതെ പോയി ജ്യൂസ് കുടിക്കലാണ് പതിവ്. അത് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക, കാരണം അത് ശരീരത്തിന് ഒട്ടും നല്ലതല്ല. അപ്പോൾ ഫൈബർ കുറവായിരിക്കും, പിന്നെ വളരെ എളുപ്പത്തിൽ വലിയ ക്വാണ്ടിറ്റി കുടിക്കും, പിന്നെ ആഡഡ് ഷുഗർ നല്ല രീതിയിൽ ഉണ്ടാവും അതിലൊക്കെ ആകുമ്പോൾ. പിന്നെ എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഓൾ ഫ്രൂട്ടാണ്. ഫുൾ ഫ്രൂട്ട് നിങ്ങൾ കഴിച്ചു നോക്കുക, അതായിരിക്കും നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ബെനിഫിറ്റ്. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പിന്നെ മൂന്നാമത് ഡേറ്റ്സ് ആണ്. പിന്നെ നല്ല ന്യൂട്രിയൻ റിച്ച് ആണ്. മാക്സിമം 2 എണ്ണം നിങ്ങൾ കഴിക്കാൻ നോക്കുക ഒരു ദിവസത്തിൽ. സ്മോൾ ഫ്രൂട്ടും കോൺസെൻട്രേറ്റഡ് കലോറീസും കാർബോഹൈഡ്രേറ്റും ഉള്ള, അതുകൊണ്ട് വലിയ ക്വാണ്ടിറ്റീസ് എല്ലാം അവോയ്ഡ് ചെയ്യാൻ ചെയ്യുക. പ്രത്യേകിച്ച് ബ്ലഡ് ഗ്ലൂക്കോസ് നിയന്ത്രിക്കുന്നവർ പോർഷൻ ശ്രദ്ധിക്കുക. ഡയബറ്റിക് ഉള്ളവർ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ നാലാമത് റൈസിൻസ് ആണ്. അത് ഫ്രഷ് ഗ്രാപ്സിനേക്കാൾ ഡ്രൈഡ് റൈസിൻസിന് വാട്ടർ ഇല്ലാതിനാൽ ചെറിയ ഒരു പ്രശ്നമുണ്ട്. ഇത് നല്ല രീതിയിൽ ഇത് പക്ഷേ നല്ല മധുരമാണ് അതിൽ. അപ്പോൾ നമ്മൾ കൂടുതൽ ഇങ്ങനെ കഴിക്കുന്നത് നല്ലതല്ലായിരിക്കും. അതുകൊണ്ടാണ് റൈസിൻസ് പറയുന്നത്. അത് നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളതാണ് നമ്മൾ അഞ്ചാമത് പറയണമെങ്കിൽ നമുക്ക് വെരി റൈപ്പ് മാംഗോ അല്ല ബനാന എന്ന് പറഞ്ഞാൽ നല്ല പഴുത്ത ബനാന ഇല്ല, നമ്മൾ വാഴയ്ക്കൊപ്പം അങ്ങനത്തേനെല്ലാം കിട്ടുന്നത്. ആ ബനാന നിങ്ങൾ കഴിവതും ഇതാക്കാതിരിക്കുക. എന്നാൽ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല അത് കഴിക്കുമ്പോൾ നല്ല മധുരവും ഒറ്റയടിക്ക് നമ്മളതിൽ പോകുന്നത് നല്ലതല്ല. പക്ഷേ ബനാന അല്ലാത്തൊക്കെ നമുക്ക് കഴിക്കാം, ക്വാണ്ടിറ്റിയൊക്കെ ലെസ്സായി കഴിക്കാം. റൈപ്പ് ബനാന നല്ല കാർബോഹൈഡ്രേറ്റ് കുക്കിൽ നല്ല രീതിയിൽ അവൈലബിളാണ്. ഡയബറ്റിക്സ് ഉള്ളവർ അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, അതല്ലേ അവോയ്ഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ റൈപ്പാണ് ഉദ്ദേശിക്കുന്നത്, നല്ല പഴുത്ത ബനാന, മറ്റതല്ല. ഓക്കെ, പിന്നെ മാംഗോ ആണ് ആറാമത്. നല്ല ഹെൽത്തി ഫ്രൂട്ടാണ് മാംഗോ, അതിലൊന്നും പറയാനില്ല. നാച്ചുറലി സ്വീറ്റും ഈസി ടു ഓവർ ഈറ്റാണ്. പിന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് തോന്നും, കാരണം അത്ര ടേസ്റ്റും ഉള്ള എൻ്റെ ഫേവറേറ്റാണ്. പക്ഷേ കൺട്രോൾ ചെയ്യണം. ഒരെണ്ണം കഴിച്ചാൽ അത് ഓക്കെ, പിന്നെ കൂടുതലൊന്നും കഴിക്കാതിരിക്കുക. പോർഷൻ മാത്രമാണ് എപ്പോഴും കൺട്രോൾ ചെയ്യേണ്ടത്, അല്ലാതെ അവോയ്ഡ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. ഓക്കെ, അത് നിങ്ങളെ ഇതാണ്. അപ്പം പിന്നെ ഏഴാമതുള്ളതാണ് ഗ്രേപ്സ് നാച്ചുറൽ ഷുഗറുണ്ട്. ഒരു ചെറിയ ബൗളിൽ നമുക്കൊരു 3 ഗ്രേപ്സൊക്കെ ഒരു സ്ലൈപ്പ് എടുത്ത് നമുക്ക് അളവിൽ തിന്നു കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ എട്ടാമതാണ് ലിച്ചി. സ്വീറ്റാണ്. ഇത് സ്വീറ്റ് ആയതുകൊണ്ടാണ് ഇതെല്ലാം ഒരു പ്രശ്നം, മനസ്സിലായി? അത് നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുക, ഇല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല.
എല്ലാം കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല, അതുകൊണ്ടാണ് അങ്ങനെ ആക്കുന്നത്. ഹെൽത്തി ഡയറ്റിൽ ഉൾപ്പെടുത്താം, പക്ഷേ കൂടുതൽ ലാർജ് ക്വാണ്ടിറ്റീസ് കഴിക്കുന്നത് ഒരിക്കലും ശരീരത്തിന് ഒട്ടും നല്ലതല്ല. പിന്നെ 9ാമതുള്ളതാണ് ജാക്ക് ഫ്രൂട്ട്. ഇത് നല്ല ന്യൂട്രിയൻ റിച്ച് ഫ്രൂട്ടാണ്, പക്ഷെ നല്ല കാർബോഹൈഡ്രേറ്റും നല്ല ഷുഗറും. ഇത് ഡയബറ്റിക് ഉള്ളവർ മാക്സിമം ഒഴിവാക്കുക. എൻ്റെ സജഷനിൽ നല്ല മധുരമുള്ള ചക്ക കഴിക്കാതിരിക്കുക, അത് നല്ല ഹാമാണ്. ഒറ്റയടിക്ക് സ്പൈക്ക് ചെയ്യും, ഷുഗർ സ്പൈക്ക് ചെയ്ത് നല്ല ഹൈക്കിലെത്തും. പിന്നെ അത് നിങ്ങൾ 1-2 കഴിച്ച് കഴിഞ്ഞാൽ അതും പ്രശ്നമില്ല. എല്ലാം ക്വാണ്ടിറ്റി കുറച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ലാസ്റ്റ് 10ാമത് ക്യാൻഡ് അല്ലെങ്കിൽ സ്വീറ്റൻഡ് ഫ്രൂട്ട് ഉണ്ട്, അതൊന്നും കഴിക്കാതിരിക്കുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫ്രഷ് ഫ്രൂട്ട് പാക്കറ്റിൽ ആക്കിയിട്ട് ഹെവി സിറപ്പ് അവർ ഒഴിക്കും, അതൊന്നും നിങ്ങൾ കഴിക്കാതിരിക്കുക. മെയിനായിട്ട് കഴിക്കേണ്ടത് ഫ്രഷ് ഫ്രൂട്ടാണ്, അല്ലാതെ വേറെ ഒന്നും കഴിക്കാതിരിക്കുക. ആഡഡ് ഷുഗർ ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക. സിറപ്പ്, പോഷൻ ഇതെല്ലാമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഫ്രൂട്ട് പാക്ഡ് ഇൻ വാട്ടർ ഓർ നാച്ചുറൽ ജ്യൂസ് വിത്തൗട്ട് ആഡഡ് ഷുഗർ, അത് പിന്നെ ഓക്കെയാണ്. അല്ലാതെ ബാക്കിയെല്ലാം നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക, ഒട്ടും നല്ലതല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഫുഡ്. ഇതിൽ ഒന്നാമതോട്ട് പറഞ്ഞു തരാം. ഇതിൽ മെയിൻ ഡ്രൈ ഫ്രൂട്ട്സ്, 2ാമത് ഫ്രൂട്ട് ജ്യൂസ്, 3ാമത് ഡേറ്റ്സ്, 4ാമത് റൈസിൻസ്, 5ാമത് റൈപ്പ് ബനാന, 6ാമത് മാംഗോ, 7ാമത് ഗ്രേപ്സ്, ലിച്ചി, പിന്നെ ജാക്ക് ഫ്രൂട്ടും ക്യാൻഡ് ഓർ സ്വീറ്റൻഡ് ഫ്രൂട്ട്. ഇതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ മെയിൻ കാര്യങ്ങൾ. ഇതൊക്കെ പോഷൻ ശ്രദ്ധിച്ച് നിങ്ങൾ ഇതാക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ലിസ്റ്റിലുള്ള ഫ്രൂട്ട്സ് ഒന്നും ബാഡല്ല, പക്ഷേ ഹെൽത്തി ഫ്രൂട്ട് അമിതം കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അതുകൊണ്ട് നിങ്ങൾ പോഷനാക്കി എപ്പോഴും കഴിക്കാൻ. പിന്നെ പ്രത്യേകിച്ച് ഡയബറ്റിക് അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾ സൂക്ഷിക്കുക. ഇതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. അല്ലാതെ കൂടുതലൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് കഴിക്കാം, എല്ലാം കഴിക്കാം. ഫ്രൂട്ട്സ് എന്നൊക്കെ പറയുന്നത് നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ, പക്ഷേ അളവ് കുറയ്ക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് അല്ല ഇഷ്ടപ്പെടാത്ത ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടെ ഓൺ ആക്കി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും